പ്രിയമാനസം ചൊല്ലും മൊഴി കാതിൽ നീ ചൊല്ലും എൻ്റെ തരിവളകൾ പൊട്ടിച്ചിരി ഉണർത്തും പുഴ കണ്ണാടി നോക്കും കാറ്റ്. ഹായ് ഫ്രണ്ട്സ്, സിനിശാലയിലെ ഫിലിം ലൊക്കേഷൻ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കലവൂർ രവികുമാർ സാർ രചന നിർവഹിച്ച് സിബി മലയിൽ സാർ സംവിധാനം ചെയ്ത് ദിലീപേട്ടൻ നായകനായി അഭിനയിച്ച നവ്യ ചേച്ചിയുടെ ആദ്യ സിനിമയായ ഇഷ്ടം എന്ന സിനിമയുടെ ലൊക്കേഷൻ കാഴ്ചകളാണ്. തൃശ്ശൂർ തന്നെയാണ് ഈ ലൊക്കേഷൻ വരുന്നത്, തൃശ്ശൂർ പരിസര പ്രദേശങ്ങളിലാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നമുക്ക് ലൊക്കേഷനിലേക്ക് പോവാം. ഓക്കെ. പ്രിയമാനസം ചൊല്ലും മൊഴി കാതിൽ നീ ചൊല്ലും. ഫ്രണ്ട്സ്, അപ്പോൾ ഈ സിനിമയിൽ ദിലീപേട്ടൻ്റെ വീടായി ചിത്രീകരിച്ച വീട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് വീട്. നാടി നോക്കും കാറ്റ്. ഈ വീട് ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. ആ സിനിമയിൽ കണ്ട അതേ സ്ട്രക്ചർ ഇവിടെ തന്നെയാണ് ഈ പടത്തിൻ്റെ പകുതിയോളം സീനുകൾ എടുത്തേക്കണത്. ദിലീപേട്ടനും നെടുമുടി വേണുചേട്ടനും തമ്മിലുള്ള ആ സൂപ്പർ കോമ്പിനേഷൻ സീനുകളൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഇതാണ് ഈ വീടിൻ്റെ ഉമ്മറം, പ്രധാന വാതിൽ. ആ വാതിലിനോട് ചേർന്നിട്ടുള്ള ആ അഴികളൊക്കെ ആയിട്ടുള്ള ആ പോർഷൻ കണ്ടാൽ തന്നെ അറിയാം ആ സിനിമയിലും ഇതേപോലെ തന്നെ ഉണ്ടായിരുന്നു, ഒരു മാറ്റമില്ല. ഇവിടെ വെച്ച് കുറേ നല്ല സീനുകൾ എടുത്തിട്ടുണ്ട് ഈ സിനിമയിൽ. ആത്മാർത്ഥ കൂട്ടുകാരൻ അൺഡ്രോയർ വിട്ട് ലോക്കപ്പിൽ നിന്ന് ഇങ്ങനെ ഏത്തുടനെ കണ്ടിട്ടാണല്ലോ വരുന്നത്. ഇനി അവിടെ പോയി നിൽക്കണോ? ഒന്ന് തെറ്റിയ കുറുക്കന്റെ കണ്ണ് കോഴിക്കൂട്ടില്ല. ആടാ, അത് പറഞ്ഞപ്പോഴാ ഓർത്ത വൈകുന്നേരത്തേക്ക് കോഴിയില്ല. ഇനി എന്തിനാ വേറെ കോഴി കൂട്ടിക്കിടക്കല്ലേ? വൈകിട്ട് വന്നിട്ട് പൊരിച്ചു തിന്നോളാം. അതിഥികളെ സ്വീകരിക്കാൻ പറ്റിയ വേഷം. നിന്നെ പോലുള്ള അതിഥികളെ സ്വീകരിക്കാൻ ശരിക്കും വേഷം വേണ്ട. പെൺകുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഇങ്ങനെ. നീ എപ്പോഴാ പെൺകുട്ടിയായത്? ഞാനല്ല. വേഷവും വർത്താനം കൂടി ആയപ്പോ ആളെ മനസ്സിലായല്ലോ ഇല്ലേ? ശരി, ഇതാരാണെന്ന് അച്ഛന് മനസ്സിലായോ? എടാ, ആളും തരവും കണ്ട തിരിച്ചറിയാതിരിക്കാൻ ഞാൻ നിന്നെ പോലെ വെറും പോഴനല്ല. മോളുവാ. ഈ സിനിമയിലെ കുറേ സീനുകൾ ഈ വീടിനകത്ത് വെച്ചാണ് എടുത്തിരിക്കുന്നത്. അങ്ങോട്ട് കയറാൻ നമുക്ക് അനുമതി ഇല്ലാത്തതുകൊണ്ട് അത് നമുക്ക് കാണിക്കാൻ പറ്റില്ല. ഈ വീട് കുറേ സിനിമകളിലുണ്ട്. ഭാര്യ അത്ര പോരാ, അപൂർവരാഗം, ഗാനഗന്ധർവൻ, അതുപോലെ എബ്രഹാം മസ്ലർ, തൃശ്ശൂർ പൂരം സിനിമയിലെ ക്ലൈമാക്സ് സീനിൽ. എനിക്കറിയാവുന്ന നോളജ് ഇത്രയാണ്. ഇനി നിങ്ങൾക്കറിയാമെങ്കിൽ ഏതൊക്കെ സിനിമകളാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തായാലും ഈ വീട് കാണിച്ചു തരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇഷ്ടത്തിലെ നവ്യ ചേച്ചിയുടെ വീടായി ചിത്രീകരിച്ച ആ വീട്, അതുപോലെ ദിലീപേട്ടൻ പറഞ്ഞ കത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കലാഭവൻ നിയാസ്ക്ക് പോണ വീട്, ആ ലൊക്കേഷനാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞുതരാം. ഈ വീടും അതുപോലെ തന്നെ ഉണ്ട് ഇപ്പോഴും. ആ പെയിന്റ് പോലും മാറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. ഈ വീടിൻ്റെ ഈ മേലെ ഈ പോർഷനിലാണ് നവ്യ ചേച്ചിയും ജ്യോതിർമയി ചേച്ചിയും കൂടി നിൽക്കുന്നത്. രസകരമായൊരു സീൻ തന്നെ ഉണ്ട് ഇവിടെ. ദിലീപേട്ടൻ റോസിന് ഒരു കത്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് പണിക്കാരനായിട്ടുള്ള കലാഭവൻ നിയാസ്കയുടെ കയ്യിൽ ഒരു കത്ത് കൊടുത്തേക്കും. അപ്പോൾ അതാ നിയാസ്കത ഓട്ടോറിക്ഷയിൽ ഇതെങ്ങനെ വന്നിട്ട് ഇവിടെ ഇറങ്ങും. അപ്പോൾ ഈ വീട്ടിലേക്കാണ് കയറി പോവുക. ഈ വീട്ടിലൊരു ചേച്ചി ഉണ്ടാവും. അപ്പോൾ ആ ചേച്ചി വാതിൽ തുറക്കും. എന്നിട്ട് പറയും, ഇത് ഇവിടെ തരാൻ പറഞ്ഞു എന്നിട്ട് ആ കത്ത് കൊടുക്കും. ആ കത്ത് ഒരു തെറിക്കത്താണ്. അപ്പോൾ അത് വായിച്ചിട്ടുള്ള രസകരമായ ഒരു സീനുണ്ട് ഇവിടെ. നമസ്കാരം. എന്താ ഇത് ഇവിടെ തരാൻ പറഞ്ഞു. മറുപടി ഉടനെ വേണം. കുറച്ച് വെയിറ്റ് ചെയ്യും, കയ്യോടെ തന്നുവിടാം. ആയിക്കോട്ടെ, സന്തോഷം. അപ്പോൾ ആ കൽപ്പന ചേച്ചി ഇവിടെ അങ്ങനെ ജീപ്പിൽ വന്ന് ഇറങ്ങിയിട്ട് നിയാസ്കേനെ അങ്ങനെ പിടിച്ചോണ്ട് ഇവിടുന്ന്. ആരാടാ പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ കയറി തെറുക്കത്ത് കൊടുത്ത്? ഇയാളാണ് സാർ. നീ ആരാടാ?
അയ്യേ ഞാൻ ആ ടൈപ്പൊന്നല്ല. പിന്നെ ഞാൻ മറുപടി കാത്തു നിൽക്കുക. മറുപടി കാത്തു. അതുപോലെ നെടുമുടി വേണുചേട്ടൻ ഇതിലെ ശ്രീദേവി ടീച്ചറെ കാണാൻ വേണ്ടിയിട്ട് സ്കൂട്ടറിൽ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ പോകും. എന്നിട്ട് ഇവിടെ നിർത്തിയിട്ട് ഈ വീട്ടിലേക്ക് ഇങ്ങനെ നോക്കും. എന്നിട്ട് നേരെ ഇങ്ങനെ പോയിട്ട് അവിടുന്ന് ഇങ്ങനെ തിരിക്കും. ഇത് അവിടെ ആ ഗേറ്റൊക്കെ ഉണ്ടോ, അവിടുന്ന് ഇങ്ങനെ തിരിക്കും. തിരിച്ചിട്ട് ഇങ്ങനെ വരുമ്പോൾ ഒരു പാൽക്കാരനായിട്ട് കൂട്ടിമുട്ടിയിട്ട് ഇങ്ങനെ നിലത്ത് വീഴും. അപ്പോൾ പാൽക്കാരൻ ചോദിക്കുക എവിടെ നോക്കിയിട്ടോ വണ്ടി ഓടിക്കണമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇത് ആ വീടിൻ്റെ മേലെ നവ്യ ചേച്ചി നോക്കും, അച്ഛാന്ന് വിളിക്കുമ്പോൾ പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് പോകും. അപ്പോൾ പാൽക്കാരൻ പിറകെ പോകുന്നൊരു സീനൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലൊക്കേഷൻ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം, നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയതിലും. അപ്പോൾ ഈ സിനിമയുടെ അടുത്ത ലൊക്കേഷനിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. എന്റെ തരവണകൾ പൊട്ടിച്ചിരി ഉണർത്തും പുഴ കണ്ണാടി നോക്കും കാറ്റ്. ഇത് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജാണ്. ഈ സിനിമയിൽ കോളേജായിട്ട് ചിത്രീകരിച്ചിട്ടുള്ളത് ഇതാണ്. ഇതിൽ ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഇന്നസെൻ്റ് ഏട്ടനും നെടുമുടി വേണുചേട്ടനും കൂടിയിട്ട് ബൈക്കിൽ ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ ഒരു പെട്ടിക്കടയും ഒരു ബസ് സ്റ്റോപ്പും ഉണ്ടാവും. അത് ഈ സിനിമയ്ക്ക് വേണ്ടി സെറ്റ് ഇട്ടതാണ്. അപ്പോൾ ഇന്നസെൻ്റ് ഏട്ടൻ വയസ്സാം കാലത്ത് കല്യാണം അയക്കുന്ന ഒരു ക്യാരക്ടറാണല്ലോ. അപ്പോൾ കണ്ടെത്തിയിട്ടുള്ള പെൺകുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് ഫോട്ടോയും പിടിച്ചിട്ട് ഇതിലിങ്ങനെ റോഡ് മുറിഞ്ഞ് കിടന്നിട്ട് ഇങ്ങനെ നോക്കി കണ്ടുപിടിക്കുന്ന ഒരു സീനുണ്ട് ഇതിൽ. അപ്പോൾ കുറേ കുട്ടികൾ ഇങ്ങനെ പോകുന്നുണ്ടാവും ഇതിലെ. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ സിറ്റി സെൻറ്ററിലാണ്. ഇവിടെയാണ് ഈ സിനിമയിൽ ദിലീപേട്ടൻ്റെ ഷോപ്പായിട്ട്, അതായത് സൂപ്പർ മാർക്കറ്റായിട്ട് ചിത്രീകരിച്ച ആ സ്ഥലമുള്ളത്. ഇതാ കാണുന്ന ആ ഷട്ടർ ഇട്ട സ്ഥലമാണ് ഇതിൽ ദിലീപേട്ടൻ്റെ സൂപ്പർ മാർക്കറ്റ്. ഈ സിനിമയിൽ ഇങ്ങനെ ഒരു ഷോട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു. ആ ബെഞ്ചിൽ നവ്യ ചേച്ചിയും ജ്യോതിർമയ ചേച്ചിയും കൂടി ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് പറയും ഈ വാലുമേ തീ പിടിച്ച വാനരെന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ ഇതാ ഇപ്പം കണ്ടോന്ന് പറയുമ്പോൾ ദിലീപേട്ടത് ആ കടയിൽ നിന്ന് ഇങ്ങനെ ഓടി പോകുന്നുണ്ടാവും. നമുക്കേ മുകളിൽ വേറൊരു സീൻ എടുത്ത സ്ഥലം കാണിച്ചു തരാം. ഈ മാള് തൃശ്ശൂരത്തെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ മാളാണെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ആദ്യത്തെ ഈ വലിയൊരു നല്ല സെറ്റപ്പിലുള്ള ഒരു മാൾ ഇതായിരുന്നു. എന്റെ തരവണകൾ പൊട്ടിച്ചിരി ഉണർത്തും പുഴ കണ്ണാടി നോക്കും കാറ്റ്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് ഇന്ന് കണ്ടത് ഇഷ്ടം സിനിമയുടെ ലൊക്കേഷൻ കാഴ്ചകളാണ്. അപ്പൊ എന്തായാലും അടുത്തൊരു സിനിമയുടെ ലൊക്കേഷനുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടാം. അപ്പൊ ഇതുവരെ കണ്ട എല്ലാവർക്കും, ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. അപ്പൊ അടുത്ത ലൊക്കേഷനിൽ കാണാം. ബൈ. എന്റെ തരവണകൾ പൊട്ടിച്ചിരി